ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ 100-ാം വാർഷികം 2047 ആഗതമാകുമ്പോൾ ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലെത്തിക്കാൻ രാജ്യം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആ സ്വപ്നങ്ങൾക്ക് തുരങ്കം വയ്ക്കുവാൻ, രാജ്യത്തെ ഇസ്ലാമിക മതഭീകരതയുടെ അടിമത്തത്തിലേക്ക് നയിക്കുവാൻ വിഷൻ 2047 എന്ന ബദൽ പദ്ധതിയുമായി മുന്നേറുകയാണ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ. അതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ആലപ്പുഴയിൽ വെച്ച് നടന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സമ്മേളനത്തിൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കൂ എന്ന വാക്യത്തോടൊപ്പം നിറഞ്ഞു നിന്ന ഹാഷ്ടാഗ് ആയിരുന്നു മിഷൻ 2047. അന്ന് തന്നെ കേരളത്തിലെ പലരും അത് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിരുന്നു. ഭാരതത്തെ ഇസ്ലാമിക കലിഫേറ്റാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അതെന്നുള്ളത് വൈകാതെ പുറത്തു വന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് ബീഹാറിലെ പട്നയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർ പോലീസ് പിടിയിലായതോടെയാണ്. കേരളം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 12 അംഗ സംഘമാണ് മോദിയെ ആക്രമിക്കാനായി ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മോദിയുടെ സന്ദർശനത്തിന് 2 ആഴ്ച മുൻപ് തന്നെ ഇവർ ഫുൽവാരി ഷെരീഫിൽ ഭീകര പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രിയെ ആക്രമിക്കുന്നതിലൂടെ രാജ്യവ്യാപക കലാപം സൃഷ്ടിക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ പദ്ധതി. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ 8 പേജുള്ള രേഖയിലാണ് അത്യന്തം ഹീനവും ഭീകരവുമായ പദ്ധതികളെക്കുറിച്ച് അറിവ് ലഭിച്ചത്. എക്കാലത്തെയും പോലെ ഈ കേസിലും ഗൂഢാലോചന നടത്തിയവരിൽ മലയാളികളുടെ സാന്നിധ്യം സജീവമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയത്തിൽ ഷെഖൈന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI ഈ സംഗതികൾ വിശദീകരിക്കുകയുണ്ടായിരുന്നു. മുസ്ലിം ഭീകര അനുകൂല സംഘടനകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഒരു ഹാഷ്ടാഗ് കാണപ്പെട്ടിരുന്നു. മിഷൻ 2047 എന്നതാണ് ആ ഹാഷ്ടാഗ്. ഈ ഹാഷ്ടാഗിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നു നടന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ടതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് 2047 ആകുമ്പോഴേക്കും കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭരണം മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ കൈയടക്കും, അങ്ങനെ തുടങ്ങിയ നിരവധിയായ അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ എന്താണ് ഈ മിഷൻ 2047 എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു അന്വേഷണം കഴിഞ്ഞ ദിവസം നടത്തി. ആ അന്വേഷണത്തിന്റെ ഫലം ഒരു ബുക്കായിട്ട് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഈ പുസ്തകം 256 പേജുകളും 19 അധ്യായങ്ങളുമുള്ള ഒരു നയപ്രമാണ രേഖയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും മുസ്ലിം സമുദായത്തെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ള കൃത്യമായ പദ്ധതികൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കി കഴിയുമ്പോൾ വളരെ എന്ന് പറഞ്ഞാൽ ഐസിന്റെ അകത്ത് മീൻസ് ക്രീമിൽ പൊതിഞ്ഞ ഒരു നല്ല ഒരു ആശയ സംഹിതയായിട്ട് ഈ പുസ്തകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെയൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട പ്രായോഗിക വശങ്ങൾ എന്താണ് എന്ന് നിശ്ചയിക്കാനായിട്ടുള്ള ആ ഒരു അധികാരം ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ തനത് പ്രദേശത്തെ നേതാക്കന്മാർക്ക് കൊടുത്തതായിട്ട് ഞാൻ എന്റെ എളിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയാണ്. ഒരു സമൂഹത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളുണ്ട് എന്ന് നമുക്കറിയാം. അത് എന്താണ്? ജുഡീഷ്യറി, അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം, അതുപോലെ ഭരണ സംവിധാനം, 4ാമതായിട്ട് മീഡിയയും ഉണ്ട്. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളിലും വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ കർമ്മ നടപടിയുടെ 1ാമത്തെ പ്രമാണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വിശാലമായിട്ട് പറയുകയാണ് എങ്കിൽ ഇപ്പോൾ ഇതിന്റെ പ്രായോഗിക വൽക്കരണ പരിപാടികൾ പല രൂപത്തിലും പല ഭാവത്തിലും പല സ്വരത്തിലും ഇപ്പോൾ കേരള സമൂഹത്തിൽ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ ചില അനുരണനങ്ങളും സ്വരങ്ങളും പ്രതിസ്വരങ്ങളുമാണ് ഇപ്പം കേരള സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറസ്റ്റിലായവരുടെ കൈകളിൽ നിന്നും ലഭിച്ച രേഖയുടെ തലക്കെട്ട് 2047 ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിലേക്ക് എന്നാണ്. മുസ്ലിം സമുദായത്തിലെ വെറും 10% ആൾക്കാർ തങ്ങളുടെ പിന്നിൽ അണിനിരുന്നാൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനാവുമെന്നാണ് ഇവര് കണക്ക് കൂട്ടുന്നത്. ഇത് കേൾക്കുമ്പോൾ മുൻപൊരിക്കൽ MESന്റെ ഫസൽ ഗഫൂറും മാധ്യമത്തിന്റെ മുൻ പത്രാധിപർ O അബ്ദുള്ളയും നടത്തിയ ചില പ്രസ്താവനകൾ ഓർമ്മ വരികയാണ്. This is a golden opportunity.
കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. ദി പോപ്പുലർ ഫ്രണ്ട് ഷുഡ് ട്രൈ ടു ബിൽഡ് അപ്പ് മോർ ലീഡേഴ്സ്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്കായി രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഭരണ, ഉദ്യോഗസ്ഥ, നിയമ സംവിധാനങ്ങളിലും ഒപ്പം രാജ്യത്തിന്റെ സൈന്യത്തിലും പോലീസിലും നുഴഞ്ഞുകയറി തങ്ങളുടെ ആൾക്കാരെ നിയോഗിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതും പിടിച്ചെടുത്ത രേഖകളിലുണ്ട്. അത്യന്തം ഹീനമായ വിധത്തിൽ മറ്റ് മതവിഭാഗങ്ങളിലുള്ളവരെ തമ്മിലടിപ്പിച്ചും ഭിന്നിപ്പിച്ചും നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രങ്ങളും ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ്. എന്താണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം? ഇതിനെതിരെ രാജ്യത്തിന്റെ മനസാക്ഷി ഉണരേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ 2047 വരെ ഇസ്ലാമിസ്റ്റുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല. പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80%, മുസ്ലിങ്ങൾ 20% ആണെങ്കിൽ ആ 20 മതി നിങ്ങളെ നേരിടാൻ. ഒരു സംശയമില്ല. സരിത കേരളം സ്വപ്നസുന്ദരം അനിതര സാധാരണ ഭരണം. ആനന്ദലബ്ധിക്കിനി എന്ത് വേണം കേരളീയർക്ക്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി 2-3 സ്ത്രീകളെ ചുറ്റിത്തിരിഞ്ഞ് കേരള രാഷ്ട്രീയവും ഭരണവും മുന്നോട്ട് പോകുമ്പോൾ പ്രബുദ്ധ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്പർ 1 എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന മലയാളി സമൂഹം തലകുനിക്കേണ്ടി വരികയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ തങ്ങൾക്കും സ്വന്തക്കാർക്കും വേണ്ടി മാത്രം ഭരിക്കുന്നത് കാണുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജനസമൂഹം, 5 വർഷത്തിലൊരിക്കൽ പ്രതികരിക്കാൻ അവസരം കിട്ടുന്നത് മാത്രം അവകാശമായിട്ടുള്ള ജനം ഇനി അത് നിർവഹിക്കാൻ വളരെയധികം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജനം മടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഡൽഹിയും പഞ്ചാബും ഒരു മാതൃകയായി നമ്മുടെ മുൻപിലുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കിഴക്കമ്പലത്ത് 2020 ആം ആദ്മി സഖ്യം നടത്തിയ സമ്മേളനവും പ്രഖ്യാപനങ്ങളും വലിയ പ്രതീക്ഷയോടെയാണ് പാർട്ടി അടിമകളല്ലാത്ത കേരളീയ സമൂഹം സ്വീകരിച്ചത്. പക്ഷേ വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിൽ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും തരംതാണ രാഷ്ട്രീയ പകപോക്കലിലും ക്രിമിനൽ കുറ്റാരോപണത്തിലും ഊർത്ത ശ്വാസം വലിച്ച് കിതച്ച് നീങ്ങുന്ന കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ അപചയങ്ങളെ തുറന്നു കാട്ടാനോ അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാതെ ആം ആദ്മി 2020 സഖ്യം കാട്ടുന്ന നിഷ്ക്രിയത്വം ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സമാധാനപൂരിതമായ ഒരു ഭരണവും ജീവിതവും ആഗ്രഹിച്ച് ഇവർക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയവർക്കെല്ലാം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇവർ തുടരുന്ന മൗനം കടുത്ത നിരാശ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആപ്പും 2020യും ഒരുമിച്ച് രൂപീകരിച്ച ജനക്ഷേമ സഖ്യത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ജനഹൃദയങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നറിയില്ല. ഒരുപക്ഷെ അണികളെ ചേർത്ത് അടിത്തറ മെച്ചപ്പെടുത്താനുള്ള കാലതാമസമാകാം കാരണം. എങ്കിലും ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല, തിന്മ പെരുകുന്നത് കണ്ടിട്ടും അതിനെതിരെ പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കുമെന്ന മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ കേജ്രിവാളിൻ്റെ കേരളത്തിലെ നേതാക്കളും
സാബു ജേക്കബും ഓർമ്മിക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പുരോഗതി കൈവരിച്ച ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമായ കേരളത്തിലെ കാലിക വിദ്യാഭ്യാസ രംഗം കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി നിബന്ധിച്ചു പോകുന്നുവെന്ന വസ്തുത കുറച്ചു കാലങ്ങളായി ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നതാണ്. അത്തരം വാദഗതികളെ ശരിവെച്ചുകൊണ്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങി കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രഥമഗണനീയനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന ചാവറയച്ചനെ പാഠപുസ്തകത്തിലെ നവോത്ഥാന നായകന്മാരുടെ ശ്രേണിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇത് 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹിക പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നവോത്ഥാന ചരിത്ര പാഠമാണ്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പറ്റി പരാമർശിക്കുന്ന ഈ പുസ്തകത്താളിൽ നിന്നാണ് സമർപ്പിതമായ ജീവിതം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ശക്തവും നിർണായകവുമായ സംഭാവനകൾ നൽകിയ നവോത്ഥാന രാജശില്പി ചാവറയച്ചൻ നിഷ്കാസിതനായിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ കാലത്തിൻ്റെ പ്രാകൃതങ്ങളെ മാറ്റി സമൂഹത്തിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതികളിലേക്ക് നയിച്ചത് ക്രാന്തദർശികളായ ചില സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദാത്തമായ കാഴ്ചപ്പാടുകളും അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളും കൊണ്ടായിരുന്നുവെന്നതിൽ തെല്ലും തർക്കമില്ല. അത്തരക്കാരുടെ നവോത്ഥാന സേവനങ്ങളുടെ ചരിത്രം സത്യസന്ധമായി പഠിച്ചാൽ അതിൽ ഉന്നത ശ്രേണിയിൽ കുറിക്കേണ്ട നാമമാണ് ചാവറയച്ചൻ എന്ന പേരിൽ വിസ്തൃതനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റേത്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്കലിപികളിൽ മാത്രം കോറിയിടപ്പെട്ട ചാവറയച്ചൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ തമസ്കരിച്ച് അവയെ മനഃപൂർവ്വമായി കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നീക്കുവാൻ ഗൂഢശക്തികൾ നടത്തുന്ന അപലപനീയവും പ്രതിഷേധാർഹവുമായ നീക്കങ്ങൾ വാർത്താ പ്രാധാന്യമുണ്ടായത് കത്തോലിക്ക സഭ ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതിമാസ പത്രികയായ കേരള സഭയിൽ സെബി മാളിയേക്കൽ എഴുതിയ ഒരു കുറിപ്പോടുകൂടെയാണ്. ഓഗസ്റ്റ് 20 ജനിച്ച ശ്രീനാരായണ ഗുരുവിനേക്കാൾ 5 പതിറ്റാണ്ട് മുമ്പ് 1805 ഫെബ്രുവരി 10 ജനിച്ച് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച യുഗപുരുഷനായ വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് ഒരു വരി പോലും കുരുന്നുകൾ പഠിക്കുന്ന പുസ്തകത്തിലില്ല. 1846 മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം ആരംഭിച്ച ചാവറയച്ചൻ ആർപ്പൂക്കര ഗ്രാമത്തിൽ പിന്നോക്ക വർഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി വിദ്യാലയം തുടങ്ങിയതും സവർണ വിദ്യാർത്ഥികൾക്കൊപ്പം അവർണർക്കും ഒരേ ബെഞ്ചിൽ സ്ഥാനം നൽകിയതും ഒട്ടിയ വയറുമായി പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയതുമായ ചാവറപിതാവിൻ്റെ വിപ്ലവകരമായ നവോത്ഥാന ചരിത്രം സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന വിദഗ്ധ സമിതി കണ്ടില്ല എന്ന് വെച്ചത് വിചിത്രം തന്നെ. ചാവറയച്ചൻ്റെ സേവനങ്ങളുടെ അനിതരസാധാരണമായ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ സാമൂഹിക നിരീക്ഷകനായ ഫാദർ റോയി കണ്ണൻചിറ പറഞ്ഞു വെച്ചു. ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയിൽ, ക്രൈസ്തവ സമൂഹ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ എല്ലാ സമൂഹങ്ങൾക്കും തുല്യമായ നീതി വിതരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന വിദ്യാലയങ്ങൾ നിർമ്മിച്ച ഒരു വ്യക്തിയെ, ഒരു സമൂഹ നിർമ്മിതിയിൽ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നതിന് എന്താണ് ജാള്യത? എന്തിനാണ് നമ്മൾ ജാള്യത കാണിക്കേണ്ടത്? അത് അങ്ങനെയല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് അങ്ങനെ അല്ലാതാകുന്നില്ല. കാരണം ഇന്ന് നമ്മൾ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ, അതിലും പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്ക സഭയിൽ
വളർന്നു വന്നിട്ടുള്ള വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെ നാനാജാതി മതസ്ഥരായ ഒരു സമൂഹ നിർമ്മിതി ഇവിടെ സാധ്യമായിട്ടുണ്ട് എങ്കിൽ അതിൽ ചാവറയച്ചന്റെ നേതൃത്വം നിർണായകമാണ്. അത് സമൂഹ പരിഷ്കരണത്തിന് കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ സമൂഹ പരിഷ്കരണത്തിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന പേരിൽ അവതരിപ്പിക്കുന്നതിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ജാള്യത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ബോധപൂർവമായ തമസ്കരണമാണ്. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാകും. 1864 ചാവറയച്ചൻ കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറലായിരിക്കെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് നടപ്പാക്കി. അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രായം വെറും 8 വയസ്സ്. ചാവറയച്ചന് മുമ്പേ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വിമോചനം യാഥാർത്ഥ്യമാകൂ എന്ന മിഷണറിമാരുടെ ദർശനമാണ് തെക്കൻ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ ഇടയാക്കിയത്. 1825 ആലപ്പുഴയിൽ പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ സ്ഥാപിക്കപ്പെട്ടതും 1818 മട്ടാഞ്ചേരിയിലും 1856 തലശ്ശേരിയിലും ഇംഗ്ലീഷ് സ്കൂൾ വന്നതും 1848 കോഴിക്കോട് കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചതും ഒന്നും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. അടിമ സമ്പ്രദായവും അയിത്തവും അന്ധവിശ്വാസവും കൊടികുത്തി വാണിരുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? അതിന് മുൻപന്തിയിൽ നിന്ന വ്യക്തിപ്രഭാവമാണ് കുര്യാക്കോസ് ഏലിയാസ് എന്ന വിശുദ്ധനായ ചാവറയച്ചന്റെ സംഭാവനകളെ പ്രശസ്ത കേരള ചരിത്ര പണ്ഡിതനായ എ ശ്രീധരമേനോനും എം കെ സാനുമാഷും സുകുമാർ അഴീക്കോടും എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിലെ വ്യക്തമായ രേഖകൾ ഉയർത്തിക്കാട്ടി ഷെക്കൈന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത കാനൻ നിയമ പണ്ഡിതൻ ഫാദർ ജെയിംസ് മാത്യു പാമ്പാർ നടത്തിയ വിശകലനം അത് കേൾക്കേണ്ടത് തന്നെയാണ്. ചാവറപിതാവ് 1805 ജനിച്ചു, 1871 മരിച്ചു. ഇന്ന് നമ്മൾ നവോത്ഥാന നായകരായിട്ട് കേരളത്തിൽ ഘോഷിക്കുന്നവരെല്ലാവരും ഇതിന് ശേഷം ജനിച്ചവരാണ്. ചാവറപിതാവിന്റെ മരണത്തിന് ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ ജനിച്ചിട്ടുണ്ടാകാം. പക്ഷെ അല്ലെങ്കിൽ ചാവറപിതാവിന്റെ മരണത്തിന് ശേഷമാണ് അവരുടെയൊക്കെ പ്രവർത്തന ലോകത്തേക്ക് വന്നത്. ഇനി ചാവറപിതാവിന്റെ ജോലികള് നമ്മുടെ റോയി അച്ഛൻ പറഞ്ഞത് കത്തോലിക്ക സഭയിലെ നവീകരണത്തെ പറ്റിയാണ് പറഞ്ഞത്. ഓരോ സമുദായത്തിന്റെ നവീകരണം രാജ്യത്തിന്റെ തന്നെ നവീകരണമാണെന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. പക്ഷെ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ മാത്രമല്ലായിരുന്നു ചാവറയച്ചന്റെ പ്രവർത്തനം. 1831 മാന്നാനത്ത് സഭ സ്ഥാപിക്കുന്നു, 1833 സെമിനാരി സ്ഥാപിക്കുന്നു. അതൊക്കെ സഭയുടേതായിട്ട് പറയാം, സഭയുടെ നവീകരണമായിട്ട് പറയാം. പക്ഷെ 1846 രണ്ട് വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 1846 പ്രസ് സ്ഥാപിക്കുന്ന മാന്നാനത്ത്, 1846 മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ ആരംഭിക്കുന്നു. അതിന് തൃശ്ശൂരിൽ നിന്ന് ഒരു വാര്യർ സാറിനെ കൊണ്ടുവന്ന് വെക്കുന്നു. മലയാള വിദ്യാഭ്യാസം അന്ന് സാധാരണ വീടുകളിലൊക്കെ ആയിട്ട് സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് കിട്ടും. പക്ഷെ സംസ്കൃത വിദ്യാഭ്യാസം അന്ന് ഉന്നത കുലജാതർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും ശ്രീധരമേനോൻ ശ്രീധരമേനോൻ തന്നെ പറയുന്നതാണ്, ആ സ്കൂളിൽ ദളിതർക്കുൾപ്പെടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു, ജാതി മതഭേദമന്യേ. ഇനി ദളിതർക്കൊന്നും കുട്ടികളെ സ്കൂളിൽ വിടാൻ താല്പര്യമില്ല, കാരണം അവർക്ക് അതിന്റെ വില അറിയത്തില്ല. അതുകൊണ്ട് ഉച്ചക്കഞ്ഞി നടപ്പിലാക്കി. ശ്രീനാരായണ ഗുരുവിന്റെയും അദ്ദേഹത്തിന്റെ സമകാലികരായ ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും പണ്ഡിറ്റ് KP കറുപ്പനും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വാഗ്ഭടാനന്ദനും VT ഭട്ടതിരിപ്പാടുമാണ് കേരളത്തിന്റെ നവോത്ഥാന ശില്പികൾ എന്നാണ് കേരളത്തിലെ വലത് ഇടത് ചരിത്ര പടുക്കൾ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ഈ സമുദായ പരിഷ്കർത്താക്കൾ 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ജനിക്കുന്നത് തന്നെ. അതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ തമസ്കരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? 1864 ചാവറയച്ചൻ കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറലായിരിക്കെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം നടത്തി. അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രായം 8 വയസ്സ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തുടങ്ങുന്നത് വിദേശ മിഷണറിമാരുടെ വരവോടെയാണ്. അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക?
18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത് വിദേശ മിഷണറിമാരായ ക്രൈസ്തവരാണ്. അവരുടെ പ്രചോദനത്തിൽ വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ ജീവകാരുണ്യ മേഖലകളിൽ ആളും അർത്ഥവും നൽകി പ്രവർത്തിച്ച യുഗപുരുഷനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന കത്തോലിക്ക വൈദികനിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അവർ നേതൃത്വം നൽകിയ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുമാണ്. കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ പരിഷ്കരണം പാഠപുസ്തകത്തിൽ വരുത്തിയത്. പിന്നീട് ക്രൈസ്തവരുടെ ചരിത്രത്തിലെ സുപ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നായ തുർക്കിയിലെ ഹഗിയ സോഫിയ ദേവാലയം തീവ്ര മത താൽപ്പര്യക്കാരനായ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ ഒരു മോസ്കാക്കി മാറ്റിയപ്പോൾ അത് പാർട്ടി പത്രമായ ചന്ദ്രികയിലൂടെ ആഘോഷമാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരിത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അതിലും അതിശയമുളവാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ചാവറയച്ചനെ പരിഗണിക്കാതെയുള്ള നവോത്ഥാന നായകരുടെ ലിസ്റ്റും യൂറോപ്പിൻ്റെ പരിവർത്തന വിശേഷവും ഉൾപ്പെടെയുള്ള പാഠങ്ങൾ നമ്മുടെ നൂറുകണക്കിന് സ്കൂളുകളിൽ നിന്നും സന്യസ്തരും വൈദികരും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ 2014 മുതൽ പഠിപ്പിച്ചിട്ടും ഇതുവരെ ഇതിൽ അവർക്കാർക്കും ഒരു പ്രശ്നവും തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം വിഷയങ്ങളൊന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ്റെയും രൂപത വിദ്യാഭ്യാസ കോർപ്പറേറ്റ് കേന്ദ്രങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നതും എന്തുകൊണ്ടാണ്? ഈ സംശയമാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത്. ആർക്കൊക്കെ മനസ്സിലായാലും ഇല്ലെങ്കിലും ഇന്ത്യയിൽ എന്നല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ മുൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസിൻ്റെ നേതാവ് ശശി തരൂർ, നടന വിസ്മയം ഭരത് മോഹൻലാൽ തുടങ്ങിയവർ ചാവറ പിതാവ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കുന്നത് നല്ലതാണ്. I'm happy to know that Blessed Kuryakos Elias Chavara was the visionary who created the first Sanskrit school in India, which was open to all castes. This is definitely an important contribution towards the national integration in a multi-religious, multilingual, multicultural setting of our nation. He stressed that every church should have a school. He thus opened the doors of education to people from all sections of society. Few outside Kerala know that he started Sanskrit school and also a printing press at that time. Start a Sanskrit school at a time when Sanskrit was taught to a very narrow, privileged Brahmin elite, and to throw it open to people of all backgrounds, all castes, all faiths. For him to insist that education is a way of spreading the message of God to the world, I think was an extraordinary contribution which has never stopped growing in its impact upon Kerala. താൻ ജീവിച്ച കാലഘട്ടത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും വരുംകാല സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്ത കർമ്മയോഗിയായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പിന്നീട് വന്ന നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് മാർഗദർശനം നൽകുന്ന പരിവർത്തനങ്ങൾ ഏറെയും തുടങ്ങിവെച്ചത് ചാവറ അച്ഛനാണെന്ന് ഇന്ന് ചരിത്രം തിരിച്ചറിയുന്നു. പള്ളിക്കൊപ്പം പള്ളിക്കൂടം നിർബന്ധമാക്കിക്കൊണ്ട് ചാവറ അച്ഛൻ ഒരു വിപ്ലവം തുടങ്ങിവെച്ചു. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നടപ്പാക്കുകയും പെൺകുട്ടികൾക്കായി ഒരു ബോർഡിംഗ് സ്കൂൾ ആദ്യമായി സ്ഥാപിക്കുകയും ചെയ്തു. ശ്രീലങ്കയുടെ തകർച്ച ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജപക്സ കുടുംബത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് ഇതിന് കാരണമെന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ശ്രീലങ്കയുടെ പതനം ആരംഭിക്കുന്നത് എവിടെയാണ്? 2019 ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവരുടെ കൂട്ടക്കുരുതി ലക്ഷ്യമാക്കി
ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ചാവേറുകളായി പൊട്ടിത്തെറിക്കുകയും അനേകം നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ശ്രീലങ്കയുടെ പ്രധാന വരുമാന മാർഗമായിരുന്ന വിനോദസഞ്ചാര മേഖല ഈ സംഭവത്തോടുകൂടി തകർന്ന് തരിപ്പണമായി. വിദേശികളാരും തിരിഞ്ഞു നോക്കാതെ ആയപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിഞ്ഞു. അതോടൊപ്പം രാജപക്ഷ കുടുംബത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഒപ്പം കൂനിന്മേൽ കുരു എന്നതുപോലെ കോവിഡും കൂടി ആയപ്പോൾ തകർച്ചയുടെ ചിത്രം പൂർണ്ണമായി. കണ്ടതെല്ലാം കൊണ്ടാൽ കൊണ്ടതെല്ലാം കടമായി മാറുമെന്ന പഴമൊഴി പോലെ ഒരു കാലത്ത് ഇന്ത്യയേക്കാൾ മികച്ച സാമ്പത്തിക സൂചികയുണ്ടായിരുന്ന സിലോൺ എക്കണോമി തകർന്നടിഞ്ഞ് ചരിത്രത്തിൽ തിരോഭവിക്കുന്ന ദാരുണ ദൃശ്യങ്ങളാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലങ്കൻ വീതികളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ആർത്തനാദങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജാഗ്രതയോടെ നീങ്ങാൻ തയ്യാറാകേണ്ട സമൂഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കേരളമാണ്. ഇവിടെയും അഴിമതിക്കോ ധൂർത്തിനോ ആർപ്പാടത്തിനോ തെല്ലും കുറവില്ല. 2 ജലപ്രളയങ്ങളും മഹാമാരികളും സമ്മാനിച്ച സാമ്പത്തിക അരാജകത്വങ്ങൾക്ക് പുറമെയാണ് ഇതെന്നുകൂടി ഓർക്കുക. ഇവിടെ പൊതുജനങ്ങൾ ക്ലേശകരമായ സാഹചര്യങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ആത്മഹത്യകളിൽ അഭയം തേടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് റിസർവ് ബാങ്ക് നിരന്തരമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ആക്കം കൂട്ടിക്കൊണ്ട് ഈ വർഷാവസാനത്തോടെ ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്തുമെന്ന് വേൾഡ് ബാങ്ക് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. സാമ്പത്തിക ക്രമക്കേടിൻ്റെയും അഴിമതിയുടെയും പേരിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ. അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ കാരണങ്ങളെ ബിഗ് ഡിബേറ്റ് ചർച്ചയിൽ അക്കമിട്ട് നിരത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി ദേവപ്രസാദ്. നമുക്കറിയാം, കേരളത്തിന്റെ കടം ഏതാണ്ട് 3.32 ലക്ഷം കോടി കടന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടമാണ്. അത് മാത്രമല്ല, ഗവൺമെന്റ് ഇപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് എവിടെ നിന്നൊക്കെയൊക്കെ പൈസ കടം മേടിക്കും, അത് ഗവൺമെന്റ് വാങ്ങിക്കും. ആ പൈസ തിരിച്ചടയ്ക്കുന്നത് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്ന നിധിയുണ്ടാകും. അതിപ്പോ നമ്മൾ അതിന് കുറെ മേഖലകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം മോട്ടോർ വാഹന നികുതി, അതായത് സർക്കാരിന് ഷുവറായിട്ടും കിട്ടുമെന്നുള്ളൊരു നികുതിയാണ്. ഒരാൾ വണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് കാശുണ്ട്, പെട്രോൾ മേടിച്ച കാശുണ്ട്. അതൊക്കെ കൃത്യമായി കിഫ്ബിയിലേക്ക് പോകും. എന്നാൽ കിഫ്ബിയെ സംബന്ധിച്ച് യാതൊരു നിയന്ത്രണവും നിയമസഭയ്ക്കോ സർക്കാരിനുണ്ട്, നിയമസഭയ്ക്കില്ല. അപ്പം അതായത് വാസ്തവത്തിൽ ജനങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ അറിയാതെയുള്ള ഒരു സംവിധാനത്തോടെ ചെലവ് നടക്കുന്നു. ഇപ്പൊ ഈ കടം അതായത് നമ്മുടെ കേരളത്തില് 2003 നിയമസഭ പാസ്സാക്കിയ ഒരു ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി നിയമമുണ്ട്. അതനുസരിച്ച് മൊത്തം വരുമാനത്തിന്റെ 29.67% അപ്പുറം നമുക്ക് കടം മേടിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പൊ നമ്മൾ 40% അപ്പുറത്താണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ അപകടകരമായ ഒരു നിലയിലേക്ക് പോകുന്നതെന്നാണ്. പുലി വരുന്നേ പുലി എന്ന് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ കബളിപ്പിച്ച പയ്യന്റെ കഥ പോലെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയിലെ മാന്ദ്യമെന്ന വിദഗ്ധ മുന്നറിയിപ്പുകളെന്ന് പലരും അലസതയോടെ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഈ ഭീകര സത്വം നമ്മുടെ നാടിനെയും പിടികൂടുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. വാർത്തകളുടെ വിശദമായ അപഗ്രഥനങ്ങളും സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് സ്കാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.